السلام عليكم ورحمة الله. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا من سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة. بسم الله الرحمن الرحيم. عن عمار بن ياسر رضي الله تعالى عنه أن النبي صلى الله عليه وسلم كان يدعو بهذه الكلمات فيقول: اللهم بعلمك الغيب وقدرتك على الخلق أحيني ما علمت الحياة خيرا لي، وتوفني إذا علمت الوفاة خيرا لي. اللهم إني أسألك خشيتك في الغيب والشهادة، وأسألك كلمة الحق في الرضا والغضب، وأسألك القصد في الغنى والفقر، وأسألك نعيما لا ينفد، وأسألك قرة عين لا تنقطع، وأسألك الرضا بعد القضاء، وأسألك برد العيش بعد الموت، وأسألك لذة النظر إلى وجهك والشوق إلى لقائك في غير ضراء مضرة ولا فتنة مضلة. اللهم زينا بزينة الإيمان واجعلنا هداة مهتدين. أخرجه الإمام أحمد والنسائي وابن خزيمة وابن حبان وغيره. ബഹുമാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് നാം പഠനത്തിനായി തിരഞ്ഞെടുത്ത ഹദീസ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിലെ ഒരു പ്രാർത്ഥനയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ തശഹുദും സ്വലാത്തും കഴിഞ്ഞ ശേഷം വ്യത്യസ്തമായ പ്രാർത്ഥനകളാണ് നിർവഹിച്ചിട്ടുള്ളത്. നമുക്ക് പരിചയമുള്ള പല പ്രാർത്ഥനകളും അതിലുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന്, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന്, ജീവിതത്തിലെയും മരണത്തിലെയും പരീക്ഷണത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ എന്ന പ്രാർത്ഥന, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷിക്കണേ എന്ന ഈ പ്രാർത്ഥന, ഈ 4 കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അഭയതേട്ടം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കാറുണ്ടായിരുന്നു. ഇതിനപ്പുറം ധാരാളം പ്രാർത്ഥനകൾ നമസ്കാരത്തിന്റെ അവസാനത്തിൽ തശഹുദും സലാത്തും കഴിഞ്ഞ ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു വന്നിട്ടുണ്ട്. അതിൽ ഒരു പ്രാർത്ഥനയാണ് നാം ഇന്ന് പഠനത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് സവിശേഷതകളുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ പ്രാർത്ഥന മഹത്തായതാണ്, വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്.
നമ്മുടെ വിശ്വാസവും സ്വഭാവവും ആരാധനയുമായി ബന്ധപ്പെട്ടതുമാണ്. അള്ളാഹുവിന്റെ സുന്ദരമായ നാമങ്ങളും അത്യുന്നതമായ വിശേഷണങ്ങളും മുഖേന അള്ളാഹുവിനോട് തവസ്സുലാക്കുകയാണ് ചെയ്യുന്നത്. സർവത്ര കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുകയും അവനിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുകയാണ്. ആരാധനയുടെ സമ്പൂർണതയിലേക്കുള്ള തൗഫീഖിന് വേണ്ടിയുള്ള ചോദ്യം ഇതിലുണ്ട്. ഈ ലോകത്തും പരലോകത്തും മനുഷ്യൻ ആഗ്രഹിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അത്യുന്നതമായതും അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ വളരെ മഹത്തായതും ശ്രദ്ധേയമായൊരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന്റെ അവസാനത്തിൽ നിർവഹിക്കാറുണ്ടായിരുന്നു. സ്വഹാബത്ത് പറയുന്നു, ഒരിക്കൽ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ഞങ്ങൾക്ക് ഇമാമായി നമസ്കരിച്ചു. ആ നമസ്കാരം ദീർഘമായിരുന്നില്ല. ഫഔജസ ഫീഹാ, ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസാണ്. നമസ്കാരം അദ്ദേഹം ചുരുക്കിക്കൊണ്ട് നമസ്കരിച്ചു, കുറഞ്ഞ സമയമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ചില ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു, നമസ്കാരം താങ്കൾ കുറഞ്ഞ സമയം മാത്രമല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടിരുന്ന മഹത്തായൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഈ നമസ്കാരത്തിൽ ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, ഏതാണ് ആ പ്രാർത്ഥന? അദ്ദേഹം ആളുകൾക്ക് ആ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. ആ പ്രാർത്ഥനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും തന്റെ നമസ്കാരത്തിൽ ചൊല്ലിയിരുന്നത്. اللهم بعلمك الغيب وقدرتك على الخلق أحيني ما علمت الحياة خيرا لي وتوفني إذا علمت الوفاة خيرا لي اللهم إني أسألك خشيتك في الغيب والشهادة وأسألك كلمة الحق في الرضا والغضب وأسألك القصد في الغنى والفقر وأسألك نعيما لا ينفذ وأسألك قرة عين لا تنقطع وأسألك الرضا بعد القضاء وأسألك برد العيش بعد الموت وأسألك لذة النظر إلى وجهك والشوق إلى لقائك في غير ضراء مضرة ولا فتنة مضلة اللهم زينا بزينة الإيمان وجعلنا هداة مهتدين. ഈ പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കാറുണ്ടായിരുന്നു. മഹത്തായ ആശയം ഉൾക്കൊള്ളുന്ന നമ്മുടെ ജീവിതത്തിൽ നാം എന്തൊക്കെയാണ് അള്ളാഹുവിനോട് സുപ്രധാനമായും പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. അല്ലാഹുമ്മ ബിഇൽമിക്കൽ ഗൈബ്, അല്ലാഹുവേ നിന്റെ അദൃശ്യജ്ഞാനം മുഖേന, ബിഇൽമിക്കൽ ഗൈബ് വഖുദ്റതിക അലൽ ഖൽഖ്, സൃഷ്ടികളുടെ മേലുള്ള നിന്റെ കഴിവും മുഖേന ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. അള്ളാഹുവിന്റെ മഹത്തായ രണ്ട് വിശേഷണങ്ങളാണ്, സിഫത്തുകളാണ് അള്ളാഹുവിന്റെ ഇൽമും അള്ളാഹുവിന്റെ ഖുദ്റത്തും. ഇവ രണ്ടും അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? അഹ്യിനി മാ അലിംതൽ ഹയാത ഖൈറൻ ലി, എനിക്ക് ജീവിതം നീ ഖൈറായി അറിയുന്നിടത്തോളം എന്നെ നീ ജീവിപ്പിക്കണം. വതവഫനി ഇദാ അലിംതൽ വഫാത ഖൈറൻ ലി, മരണം എനിക്ക് ഖൈറാണെന്ന് നീ അറിയുമ്പോൾ എന്നെ നീ മരിപ്പിക്കുകയും ചെയ്യണമേ. രണ്ടാമത്തെ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖശിയതക ഫിൽ ഗൈബി വശഹാദ, അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു, ഖശിയതക നിന്നോടുള്ള ഭക്തി, ഫിൽ ഗൈബി വശഹാദ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും
നിന്നോടുള്ള ഭക്തി ഞാൻ ചോദിക്കുന്നു. വഅസ്അലുക കലിമത്തൽ ഹഖ് ഫിർ റിളാ വൽ ഗളബ്, സന്തോഷാവസ്ഥയിലും കോപാവസ്ഥയിലും സത്യം പറയാനുള്ള കരുത്ത്, ശക്തി നിന്നോട് ഞാൻ ചോദിക്കുകയാണ്. വഅസ്അലുകൽ ഖസ്ദ ഫിൽ ഗിനാ വൽ ഫഖർ, ദാരിദ്ര്യത്തിലും സമ്പന്നതയിലും മിതത്വം നിന്നോട് ഞാൻ ചോദിക്കുന്നു. വഅസ്അലുക നഈമൻ ലാ യൻഫദു, തീർന്നുപോകാത്ത അനുഗ്രഹവും. വഅസ്അലുക ഖുർറത ഐനിൻ ലാ തൻഖതി, മുറിഞ്ഞു പോകാത്ത അനുഗ്രഹവും നിന്നോട് ഞാൻ ചോദിക്കുകയാണ്. വഅസ്അലുക റിളാ ബഅദൽ ഖളാ വഅസ്അലുക ബർദൽ ഐശി ബഅദൽ മൗത്ത്, വിധിക്ക് ശേഷം അതിൽ തൃപ്തിയടയുവാനും മരണാനന്തര ജീവിതത്തിലെ സൗഖ്യവും നിന്നോട് ഞാൻ ചോദിക്കുന്നു. വഅസ്അലുക ലദ്ദത്തൻ നളരി ഇലാ വജ്ഹിക വശൗഖ ഇലാ ലിഖായിക ഫീ ഗൈരി ളർറാഅ മുളിറ വലാ ഫിത്നത്തിൻ മുളില്ല, ഉപദ്രവകരമായ പ്രയാസങ്ങളിലോ വഴിതെറ്റിക്ക് കളയുന്ന കുഴപ്പത്തിലോ അകപ്പെടാതെ നിന്നെ കാണാനുള്ള അഭിവാഞ്ചയും നിന്റെ മുഖദർശന സൗഖ്യവും നിന്നോട് ഞാൻ ചോദിക്കുകയാണ്. അല്ലാഹുമ്മ സയ്യിന്നാ ബിസീനത്തിൽ ഈമാൻ, അല്ലാഹുവേ ഈമാനിന്റെ മനോഹാരിത കൊണ്ട് ഞങ്ങളെ നീ സൗന്ദര്യമുള്ളവരാക്കി മാറ്റണമേ. വജഅൽനാ ഹുദാതം മുഹ്തദീൻ, സൽപാത പ്രാപിച്ച മാർഗദർശികളാക്കുകയും ചെയ്യണമേ. സഹോദരന്മാരെ, വളരെ ശ്രദ്ധേയമായ ഒട്ടേറെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന മഹത്തായൊരു പ്രാർത്ഥനയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. ഈ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ സാധാരണഗതിയിൽ നമുക്ക് ആവശ്യമുള്ള പ്രാർത്ഥനകളാണ്. ആദ്യമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് വളരെ ശ്രദ്ധേയമായ രണ്ട് കാര്യമാണ്. അല്ലാഹുമ്മ ബിഇൽമികൽ ഗൈബ് വഖുദ്റതിക അലൽ ഖൽഖി അഹ്യിനി മാ അലിംതൽ ഹയാത ഖൈറൻ ലി വതവഫനി ഇദാ അലിംതൽ വഫാത ഖൈറൻ ലി. അല്ലാഹുവേ, ബിഇൽമികൽ ഗൈബ്, നിന്റെ അദൃശ്യജ്ഞാനം മുഖേന സൃഷ്ടികൾക്കറിയാത്ത അനേകം കാര്യങ്ങൾ അറിയുന്നവനാണ് അല്ലാഹു. അല്ലാഹുവിന്റെ മുമ്പിൽ മറഞ്ഞുകിടക്കുന്ന ഒരു ജ്ഞാനവുമില്ല. അതുകൊണ്ട് തന്നെ റബ്ബിനറിയാം നമുക്ക് ഹൈറായത് ഏതാണ്, അല്ലാത്തതേതാണ്. എല്ലാം അറിയുന്നവൻ നാഥ നീയാണ്. അതുകൊണ്ട് നിന്റെ സർവജ്ഞത, ആ മഹത്തായ നിന്റെ അറിവിന്റെ അപാരത നിന്റെ മുമ്പിൽ ഞാൻ സമർപ്പിച്ചുകൊണ്ട് ചോദിക്കട്ടെ. വബിഖുദ്റതിക അലൽ ഖൽഖ്, സർവ സൃഷ്ടികളുടെ മേലും സമ്പൂർണമായ കഴിവാണ് നിനക്കുള്ളത്. മനുഷ്യരും ജിന്നുകളും മലക്കുകളുമാകുന്ന ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടികളുടെയും സർവാധിപത്യവും സർവരിലും കഴിവുമുള്ളവനാണ്. അതുകൊണ്ട് സർവശക്തനായ അല്ലാഹുവേ, നിന്റെ കഴിവ് ഞാനിതാ നിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. വബിഖുദ്റതിക അലൽ ഖൽഖ്, എല്ലാ സൃഷ്ടികളുടെ മേലും നിനക്കുള്ള കഴിവും സർവത്ര കാര്യങ്ങളുമുള്ള നിന്റേതായ അറിവും, ഈ രണ്ട് സിഫത്തുകൾ, അല്ലാഹുവിന്റെ മഹത്തായ രണ്ട് സിഫത്തുകൾ, ഈ രണ്ട് സിഫത്തുകളും അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അവ മുഖേന അവ തവസ്സുലാക്കിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ലഹാ, അല്ലാഹുവിന്റെ നാമങ്ങൾ മുഖേന നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹുവിന്റെ അസ്മാഉകളും സിഫാത്തുകളും എടുത്തു പറഞ്ഞുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ വളരെ സാധ്യതയുണ്ട് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ അനുവദിക്കപ്പെട്ട നിർദ്ദേശിക്കപ്പെട്ട തവസ്സുൽ നിർവഹിച്ചുകൊണ്ടാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥന നിർവഹിച്ചിട്ടുള്ളത്, നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മനുഷ്യൻ അല്ലാഹുവിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ
രണ്ട് തരത്തിലുള്ളതാണ്. ഒന്ന് തീർത്തും നന്മ മാത്രമായിട്ടുള്ള കാര്യങ്ങളാണ്. ബക്കരി, അള്ളാഹുവിനോടുള്ള അനുസരണം, സൂക്ഷ്മത, സ്വർഗം, നരകവിമോചനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നന്മ മാത്രമാണ്. അത്തരം കാര്യങ്ങളാണ് ഒന്ന് നാം ചോദിക്കുന്നത്. രണ്ടാമത് നാം ചോദിക്കുന്ന ചില കാര്യങ്ങൾ അത് നമുക്ക് ഖൈറാകുമോ അല്ലയോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. ജീവിതവും മരണവും അങ്ങനെയാണ്, ദാരിദ്ര്യവും സമ്പന്നതയും അങ്ങനെയാണ്, സന്താനങ്ങളും കുടുംബങ്ങളും അങ്ങനെയാണ്. ഇതെല്ലാം ഖൈറായിട്ടാണോ പര്യവസാനിക്കുന്നത്, അതല്ല നമുക്കെന്തെങ്കിലും വിപത്തുകളും നാശങ്ങളുമായിട്ടാണോ ഇതിന്റെ പര്യവസാനമുണ്ടാവുക, നമുക്കറിഞ്ഞുകൂടാ. അത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ അതിലേതാണ് റബ്ബേ ഖൈറായിട്ടുള്ളത്, ആ ഖൈറിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നാം നിർവഹിക്കുക. ഈ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിലെ ഈ ദുആയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റബ്ബിനോട് ഇവിടെ പ്രാർത്ഥിക്കുന്നത് നാഥന്റെ മഹത്തായ അറിവും അവന്റെ അപാരമായ ശക്തിയും മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് അഹ്യിനി മാ അലിംതൽ ഹയാത ഖൈറൻ ലീ, അഹ്യിനി എന്നെ നീ ജീവിപ്പിക്കണമേ, മാ അലിംതൽ ഹയാത ഖൈറൻ ലീ, ജീവിതം എനിക്ക് ഖൈറാണ്, ഉത്തമമാണ്, നല്ലതാണെന്ന് നീ അറിയുന്നിടത്തോളം എനിക്ക് നീ ജീവിതം നൽകണമേ എന്നാണ്. ഷറിനേക്കാളധികം ഖൈറുള്ള ഒരു ജീവിതം എനിക്കുണ്ടാകണം. നിന്റെ നിയമങ്ങൾ അനുസരിക്കുകയും പ്രവാചകന്റെ ചര്യകൾ പിൻപറ്റുകയും ചെയ്തുകൊണ്ട് തിന്മകളിൽ തിന്മകളേക്കാൾ മികച്ചു നിൽക്കുന്ന ധാരാളം ഖൈറുകൾ നിറഞ്ഞു നിൽക്കുന്നൊരു ഹയാത്ത്, ഒരു ജീവിതം, അങ്ങനെ വിശിഷ്ടമായ ഒരു ജീവിതമാണ് എനിക്ക് വേണ്ടത്. അതാണ് എന്റെ ജീവിതത്തിൽ എനിക്കുള്ളത് എങ്കിൽ എന്നെ നീ ജീവിപ്പിക്കണമേ എന്നാണ്. അള്ളാഹുവിലേക്ക് നാം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. മനുഷ്യൻ ദുർബലനാണ്. അതുകൊണ്ട് തന്നെ അവൻ ഏതായിരിക്കും ഖൈറാവുക, ഏതാണ് അവന് നന്മയുണ്ടായിരിക്കുക എന്നറിഞ്ഞുകൂടാ. ഈ കാര്യങ്ങളെല്ലാം അറിയുവാനും അറിയുന്നവനും അതിനെല്ലാം സാധിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്, നാഥ, ജീവിതത്തെ എനിക്ക് ഖൈറായി നീ കാണുന്നിടത്തോളം എന്നെ നീ ജീവിപ്പിക്കണമേ എന്നാണ്. വതവഫനി ഇദാ അലിംതൽ വഫാത ഖൈറൻ ലീ, മരണമാണ് എനിക്ക് ഖൈറെങ്കിൽ എന്ന് നീ അറിയുന്നിടത്തോളം എന്നെ നീ അറിയുമ്പോൾ എന്നെ നീ മരിപ്പിക്കുകയും ചെയ്യണമേ. നന്മകളെക്കാളേറെ തിന്മകൾ മികച്ചു വരുന്ന ഒരവസ്ഥ, ഫിത്നയും ഫസാദുകളും കുഴപ്പങ്ങളും ഉണ്ടാകുന്നു. അങ്ങനെ മതത്തിൽ തന്നെ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഘട്ടം വരുന്നു. ഇത്തരം ഘട്ടമാണ് എനിക്ക് വരുന്നതെങ്കിൽ അവിടെ മരണമാണ് പിന്നെ ഖൈർ. വിശ്വാസിയായ മനുഷ്യൻ ഇത്തരം മതത്തിലുണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ നിന്ന്, വിശ്വാസത്തിൽ പോലും വ്യതിയാനം വന്നുപോകാവുന്ന കടുത്ത പരീക്ഷണ ഘട്ടങ്ങൾ വരുമ്പോൾ അതിൽ നിന്നുള്ള മോചനത്തിന് നല്ലതെന്താണ്? മരണമാണ്. അതുകൊണ്ട് ഇദാ അലിംതൽ വഫാത ഖൈറൻ ലീ, മരണം നീ എനിക്ക് നന്നായിട്ട് നീ കാണുന്നുവെങ്കിൽ, അറിയുന്നുവെങ്കിൽ എന്നെ നീ മരിപ്പിക്കണമേ എന്നാണ്. സാധാരണഗതിയിൽ ഒരു മനുഷ്യന് പ്രയാസങ്ങൾ വന്നാൽ, ബുദ്ധിമുട്ട് വന്നാൽ മരണം ആഗ്രഹിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഉപദേശിച്ചതാണ്, ലാ യതമന്ന അഹദുകുമുൽ മൗത്ത് ഇമ്മാ മുഹ്സിനൻ ഫലഅല്ലഹു യസ്ദാദ് വഇമ്മാ മുസീഅൻ ഫലഅല്ലഹു യസ്തഅതിബ്. നിങ്ങളിൽ ആരും മരണം ആഗ്രഹിക്കരുത്. ഒരുപക്ഷെ അവൻ നല്ലവനാണെങ്കിലോ അവന്റെ ജീവിതത്തിൽ നന്മ വർദ്ധിപ്പിക്കാൻ കഴിയും. തിന്മ ചെയ്തവനാണെങ്കിലോ അതിൽ നിന്ന് വിരമിക്കുവാനും പശ്ചാത്തപിച്ച് മടങ്ങുവാനും അവന് സാധിക്കും. അതുകൊണ്ട് മരിപ്പിക്കണമേ എന്ന് നേർക്കുനേരെ ആഗ്രഹിക്കരുത്, പ്രാർത്ഥിക്കരുത്. അതുകൊണ്ട് തന്നെ ഇവിടെ അള്ളാഹുവിനോട് നാം മരിപ്പിക്കണേ എന്നല്ല പ്രാർത്ഥിച്ചത്, മറിച്ച് ഇദാ അലിംതൽ വഫാത ഖൈറൻ ലീ, മരണം എനിക്ക് നീ ഖൈറായി കാണുന്നു, തുടർന്നങ്ങോട്ടുള്ള എന്റെ ജീവിതം നന്മകൾ കുറഞ്ഞതാണ്, തിന്മകൾ നിറഞ്ഞതാണ്, പരീക്ഷണങ്ങളാണ്, മതത്തിൽ തന്നെ വ്യതിയാനങ്ങളും വിശ്വാസങ്ങൾ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയും സന്മാർഗത്തിൽ നിന്ന് അകന്നുപോകാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലേക്കാണ് ഇനിയുള്ളതെങ്കിൽ റബ്ബേ അതിന്റെ മുമ്പ് എന്നെ നീ മരിപ്പിക്കണമേ എന്നാണ് പ്രാർത്ഥന. തുടർന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്
വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, 3 കാര്യങ്ങൾ മുഹ്ലികാത്ത്, നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നാശകരമായ 3 കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങളോ മനുഷ്യനെ രക്ഷിക്കുന്നതാണ്, രക്ഷ നൽകുന്നതാണ്. സലാസുൻ മുഹ്ലികാത്തുൻ ശുഹൻ മുതാഉൻ വഹവൻ മുത്തബഉൻ വഇജാബുൽ മർഇ ബിനഫ്സിഹി വസലാസുൻ മുൻജിയാത്തുൻ ഖശിയത്തുല്ലാഹി ഫിസ്സിർരി വൽ അലാനിയ വൽ ഖസ്ദ ഫിൽ ഗിനാ വൽ ഫഖർ വകലിമത്തുൽ ഹഖ് ഫിർ റിളാ വൽ ഗളബ്. 3 കാര്യങ്ങൾ സലാസുൻ മുഹ്ലികാത്ത്, നാശകരമാണത്. മനുഷ്യന് നാശമുണ്ടാക്കുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് ശുഹ്ഹൻ മുതാഉൻ, അനുസരിക്കപ്പെടുന്ന ലുബ്ധത, കടുത്ത പിശുക്ക്. കൊടുക്കൽ അനിവാര്യമായ ഘട്ടമാണെങ്കിൽ പോലും കൊടുക്കാൻ സാധിക്കാത്തത്രയും പിശുക്കുള്ളവനായി തീരുക. അതൊരു മനുഷ്യന്റെ നാശത്തിലേക്കാണ് എത്തിക്കുക. മറ്റൊന്ന് വഹവൻ മുത്തബഅ, പിന്തുടരപ്പെടുന്ന ഇച്ഛ. ദേഹം എന്താണോ ഇച്ഛിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, ആ ഇച്ഛയനുസരിച്ചുകൊണ്ടൊരു ജീവിതം. ശരിയും തെറ്റും ഖൈറും ഷർറും നോക്കിയിട്ടല്ല. തന്റെ മനസ്സിന് തോന്നുന്ന ആഗ്രഹങ്ങൾ, ശരീരത്തിന്റെ ഇച്ഛകൾ എന്തൊക്കെയാണോ ആ ദേഹേച്ഛകളെല്ലാം അനുധാവനം ചെയ്യുന്ന ഒരവസ്ഥ വന്നാൽ അത് ജീവിതത്തിൽ നാശമാണ് ഉണ്ടാക്കുന്നത്. വഇജാബുൽ മർഇ ബിനഫ്സിഹി, സ്വന്തത്തെക്കുറിച്ച് വലിയ മതിപ്പുണ്ടാവുക, കൊള്ളാവുന്നവനാണ് എന്ന പൊങ്ങച്ച മനോഭാവം. ഈ 3 കാര്യങ്ങൾ നാശകരമായ കാര്യങ്ങളാണ്. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസലാസുൻ മുൻജിയാത്ത്. അതാണ് നമ്മുടെ ഈ പ്രാർത്ഥന ഹദീസുമായി ബന്ധപ്പെട്ടത്. 3 കാര്യങ്ങൾ രക്ഷ നൽകുന്നതാണ്. ഖശിയത്തുല്ലാഹ് ഫിസ്സിർരി വൽ അലാനിയ, പരസ്യത്തിലും സ്വകാര്യതയിലും അള്ളാഹുവിനോട് ഭക്തിയുണ്ടായിരിക്കുക. പടച്ചവനോട് ബഹുമാന ഭയമുണ്ടാവുക. ഫിസ്സിർരി വൽ അലാനിയ, പരസ്യത്തിലെന്നതുപോലെ സ്വകാര്യതയിലും അതുണ്ടാവുക. രണ്ടാമത്തത് വൽ ഖസ്ദ ഫിൽ ഗിനാ വൽ ഫഖർ. വൽ ഖസ്ദു ഫിൽ ഗിനാ വൽ ഫഖർ, ഐശ്വര്യത്തിലും ദാരിദ്ര്യത്തിലും മിതത്വമുള്ളവനായിരിക്കുക. 3 വകലിമത്തുൽ ഹഖ് ഫിർ റിളാ വൽ ഗളബ്, കോപാവസ്ഥയിലും തൃപ്തിയുള്ളപ്പോഴും സത്യം പറയുക. കലിമത്തുൽ ഹഖ്, സത്യം പറയുക. ഈ 3 കാര്യങ്ങൾ മനുഷ്യരക്ഷയ്ക്ക് ആവശ്യമുള്ളതാണ്. ഈ കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു, വഅസ്അലുക അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖശിയതക ഫിൽ ഗൈബി വശഹാദ. അല്ലാഹുവേ, നിന്നോട് ഞാൻ ചോദിക്കുന്നു, ഖശിയതക, നിന്നോടുള്ള ഭക്തി ഞാൻ ചോദിക്കുകയാണ്. ഫിൽ ഗൈബി വശഹാദ, ജനങ്ങളുടെ സാന്നിധ്യത്തിലും ഗൈബ് അസാന്നിധ്യത്തിലും. ജനങ്ങൾക്കിടയിലാണ്, ആളുകൾക്കിടയിൽ കഴിയുന്ന സന്ദർഭമുണ്ട്. ആരുമില്ലാതെ തനിച്ച് മാത്രം ഏകാന്തതയിൽ കഴിയുന്ന സമയമുണ്ട്. സ്വകാര്യവും പരസ്യവുമായ 2 അവസ്ഥകൾ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുണ്ടാകും. ഈ 2 ഘട്ടങ്ങളിലും ഖശിയതക, പടച്ചവനെ, നിന്നെക്കുറിച്ചുള്ള ഭക്തിയും ഭയവും നീ എനിക്ക് നൽകണമേ എന്ന് ഞാൻ ചോദിക്കുന്നു എന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. ഒരു വിശ്വാസിയായ മനുഷ്യന്റെ ജീവിതം വിജയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഖശിയത്ത്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ ഭയമുണ്ടായിരിക്കണം. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ. അള്ളാഹുവിനെക്കുറിച്ച് ഗൈബിയായിട്ടുള്ള ഭയം, ആളുകൾക്കിടയിൽ കുറിച്ച് കഴിയുന്ന സമയത്ത് ഭയമുണ്ടാകണം, ജനങ്ങളില്ലാതിരിക്കുന്ന സമയത്ത് ഭയമുണ്ടാകണം. ദുനിയാവിൽ ജീവിക്കുന്ന കാലത്ത്
പരലോകത്ത് അള്ളാഹു നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങളെക്കുറിച്ചോ താക്കീതുകളെക്കുറിച്ചൊക്കെ നമുക്ക് അറിവ് മാത്രമാണുള്ളത്. കണ്ടിട്ടില്ല, അതൊന്നും നാം കേൾക്കുന്നില്ല. അള്ളാഹുവിൽ നിന്നുള്ള ശക്തമായ അറിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ അദൃശ്യമായ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം റബ്ബിന്റെ പാപമോചനവും മഹത്തായ പ്രതിഫലവുമുണ്ട് എന്നാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഖശിയ്യത്തുണ്ടാകണം. അതെപ്പോഴാണ് ഉണ്ടാവുക? ഈമാൻ ശക്തിപ്പെടണം. പടച്ചവൻ നൽകിയിട്ടുള്ള വാഗ്ദത്തമുണ്ട്, സ്വർഗമുണ്ട്, അവൻ നൽകിയിട്ടുള്ള താക്കീതുകളുണ്ട്. അവയെ സംബന്ധിച്ചുള്ള ഈമാൻ നമുക്ക് ശക്തിപ്പെട്ടു വരണം. അള്ളാഹുവിന്റെ ശക്തിയും അവന്റെ കഴിവും അവൻ നൽകുന്ന കഠിനമായ ശിക്ഷയെക്കുറിച്ചുള്ള ആലോചന നമ്മുടെ മനസ്സിലുണ്ടാകണം. അള്ളാഹു മനുഷ്യ മനസ്സുകൾ പോലും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ അടിമകൾ എവിടെയായിരുന്നാലും അവരോടൊപ്പം അള്ളാഹു ഉണ്ട് എന്നുള്ള ആ ഒരു ശക്തമായ ബോധം നമ്മുടെ മനസ്സിൽ ശക്തിപ്പെട്ടു വരണം. ഇങ്ങനെ സ്വർഗനരകത്തെക്കുറിച്ചുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ ശക്തമായ ശിക്ഷയെക്കുറിച്ചുള്ള ധാരണ, റബ്ബ് നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള അവബോധം ഇതൊരു വ്യക്തിയുടെ മനസ്സിൽ വരുമ്പോഴാണ് സ്വകാര്യ തലങ്ങളിലാണെങ്കിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം മനസ്സിലുണ്ടാകും. സമൂഹത്തിന്റെ ഇടയിലാകുമ്പോൾ പല മനുഷ്യരും മാന്യമായി ജീവിക്കും, നന്നായി ജീവിക്കും. ജനങ്ങൾക്കിടയിൽ ഒരു ദുഷ്പേര് വരണമെന്ന് ആരും ആഗ്രഹിക്കാറില്ല. ആളുകളുടെ പ്രത്യക്ഷത്തിൽ ജനങ്ങൾക്കിടയിൽ വളരെ നല്ലവരെന്ന് പ്രശംസിക്കപ്പെടുന്ന ആളുകൾ ധാരാളമാണ്. ആ പ്രശംസ അർഹിക്കുന്ന വ്യക്തിയുടെ സ്വകാര്യ ജീവിതം പടച്ചവനെ അറിയുകയുള്ളൂ. ഇങ്ങനെ ഇരുമുഖം മനുഷ്യർക്കുണ്ടാകാറുണ്ട്. സ്വകാര്യതയിലാണെങ്കിലും റബ്ബേ നീ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. തെറ്റുകൾ ചെയ്താൽ നിന്റെ നരകശിക്ഷയാണ് നീ പറഞ്ഞിട്ടുള്ളത്. സ്വകാര്യ ജീവിതത്തിലും നന്മകൾ ചെയ്തുകൊണ്ട് ഞാൻ ജീവിച്ചാൽ നീ സ്വർഗമാണല്ലോ വാഗ്ദത്തം ചെയ്തത്. ഈ ഒരു വിശ്വാസം ഒരു മനുഷ്യന്റെ മനസ്സിൽ ശക്തമായിരിക്കണം. ആ ഒരു ബോധം, ആ ഒരു ഭയം, ആ ഒരു ഭക്തി, അള്ളാഹുവേ നീ എനിക്ക് സ്വകാര്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും നൽകണമേ എന്ന് ഇവിടെ പ്രാർത്ഥിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വഅസ്അലുക കലിമത്തൽ ഹഖ് ഫിർ റിളാ വൽ ഗളബ്. സന്തോഷാവസ്ഥയിലും കോപാവസ്ഥയിലും സത്യം പറയാനുള്ള കരുത്ത് നിന്നോട് ഞാൻ ചോദിക്കുന്നു. വഅസ്അലുക കലിമത്തൽ ഹഖ്, നിന്നോട് ഞാൻ ചോദിക്കുന്നു കലിമത്തൽ ഹഖ്, ഹഖ് പറയണം, സത്യം പറയണം. ഫിർ റിളാ, ആളുകൾ തൃപ്തിപ്പെടുന്ന സാഹചര്യത്തിലും, വൽ ഗളബ്, കോപമുണ്ടാകുന്ന സന്ദർഭത്തിലും. അപ്പൊ എനിക്ക് കോപമുള്ള സാഹചര്യമുണ്ടാകാം, തൃപ്തിയുള്ള സാഹചര്യമുണ്ടാകാം. ഏത് ഘട്ടത്തിലാണെങ്കിലും എന്റെ ഏതവസ്ഥയിലാണെങ്കിലും നാഥ, ഞാൻ പറയുന്നത് അത്രയും സത്യമായിരിക്കണം. അതിനുള്ള തൗഫീക്ക് നീ നൽകണം. ആളുകൾക്ക് തൃപ്തി നോക്കിക്കൊണ്ട് സത്യം മറച്ചു വെക്കുക, ആളുകൾ എന്നോട് കോപിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ പറയാതിരിക്കുക, അതല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി സത്യം വക്രീകരിക്കുകയും തമസ്കരിക്കുകയും ചെയ്യുക. ഇങ്ങനെ ആളുകളുടെ തൃപ്തിയും കോപവും പരിഗണിച്ചുകൊണ്ട് സത്യം മറച്ചുവെക്കുന്നവരും കളവ് പറയുന്നവരും ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുമെല്ലാം സമൂഹത്തിലുണ്ടാകാറുണ്ട്. ജീവിതത്തിൽ മനുഷ്യന് കോപമുണ്ടാകാം, സംതൃപ്തിയുണ്ടാകാം, പല അവസ്ഥകളും മനുഷ്യനുണ്ടാകാം. ഏത് ഘട്ടത്തിലാണെങ്കിലും പറയുന്നത് സത്യമായിരിക്കണം. അത് പറയുവാനുള്ള തൗഫീക്ക് നീ നൽകണേ എന്നാണ്. അപ്പൊ എന്റെ ജീവിതത്തിന്റെ സർവ്വാവസ്ഥകളിലും എന്റെ ലക്ഷ്യം ഹക്കായിരിക്കണം, സത്യമായിരിക്കണം. അതിനുള്ള അനുഗ്രഹത്തിനായി നിന്നോട് ചോദിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം, വഅസ്അലുകൽ ഖസ്ദ ഫിൽ ഗിനാ വൽ ഫഖർ. ദാരിദ്ര്യമുള്ളപ്പോഴും വൽ ഗിന, സാമ്പത്തികമായ ഐശ്വര്യമുള്ള സാഹചര്യത്തിലുമെല്ലാം
ഞാനൊരു മിതത്വമുള്ളവനായി തീരണം. സമ്പത്തുണ്ട് എന്ന് കരുതി ധൂർത്തും ദുർവ്യയവുമായി ചെലവഴിക്കുന്നവനാകരുത്. ദാരിദ്ര്യത്തിന്റെ അവസ്ഥയാണെന്ന് കരുതി അങ്ങേയറ്റം പിശുക്കനായി തീരുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥയും വരരുത്. ഒരു മിതത്വമായിരിക്കണം റബ്ബേ എനിക്കുണ്ടാകേണ്ടത്. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. ഇബാദുർ റഹ്മാന്റെ ഗുണങ്ങൾ പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞത് അവർ ചെലവാക്കുന്നു, എന്നാൽ അത് ദുർവ്യയം ചെയ്യുന്നവരല്ല, ധൂർത്തന്മാരല്ല, വളരെയധികം ഞെരുക്കിക്കൊണ്ട് പ്രയാസപ്പെടുത്തുന്നവരുമല്ല. വകാന ബൈന ദാലിക ഖവാമ, അതിന്റെ ഇടയിലുള്ള ഒരു മിതത്വമായിരിക്കും, മധ്യനിരയായിരിക്കും സ്വീകരിക്കുക. ഇങ്ങനെ ഐശ്വര്യമുള്ള ഘട്ടങ്ങളിലും ദാരിദ്ര്യത്തിന്റെ സാഹചര്യത്തിലുമെല്ലാം അൽ ഖസുദ, മിതത്വം നിന്നോട് ഞാൻ ചോദിക്കുന്നു. വഅസ്അലുക നഈമൻ ലാ യൻഫദു, അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്ന നഈമൻ, അനുഗ്രഹം ചോദിക്കുന്നു. ലാ യൻഫദു, കഴിഞ്ഞു പോകാത്ത, തീർന്നു പോകാത്ത അനുഗ്രഹം നിന്നോട് ചോദിക്കുന്നു. തീർന്നു പോകാത്ത അനുഗ്രഹം ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഈ ദുനിയാവിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും തീർന്നു പോകുന്നു, അവസാനിച്ചു പോകുന്നു. അനുഗ്രഹം ലഭിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. പക്ഷേ നിമിഷങ്ങളോ ദിവസങ്ങളോ കൊണ്ട് ആ അനുഗ്രഹങ്ങൾ അവസാനിച്ചു പോകുന്നു. എന്നാൽ അവസാനിക്കാത്ത ലാ യൻഫദു, തീർന്നു പോകാത്ത അനുഗ്രഹം നിന്നോട് ചോദിക്കുന്നു. അത് പരലോകത്തുള്ള അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളാണ്. അല്ലാഹു പറഞ്ഞു, മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്, നിങ്ങളുടെ അടുക്കലുള്ളതെല്ലാം തീർന്നു പോകുന്നതാണ്. വമാ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കലുള്ളത് ബാക്കിൻ, എന്നെന്നും അവശേഷിക്കുന്നതാണ്. ഇന്ന ഹാദാ ലറിസ്ഖുനാ മാ ലഹു മിൻ നഫാദ്, ഇതാ ഈ സ്വർഗത്തിലുള്ളത് നമ്മുടെ റിസ്ക്കാണ്, നാം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതാണ്. മാ ലഹു മിൻ നഫാദ്, അതൊരിക്കലും തന്നെ തീർന്നു പോകുന്നില്ല. ഇങ്ങനെ തീർന്നു പോകാത്ത, അവസാനിക്കാത്ത, കുറവ് വരാത്ത, അനന്തമായി നിലനിൽക്കുന്ന അനുഗ്രഹമാണ് സ്വർഗീയമായ അനുഗ്രഹങ്ങൾ. അതുകൊണ്ട് നാഥാ, ദുനിയാവിലെ അനുഗ്രഹങ്ങളെപ്പോലെ വഅസ്അലുക നഈമൻ ലാ യൻഫദ്, പരലോകത്ത് നീ നൽകുന്ന സ്വർഗീയമായ അനുഗ്രഹം, ആ അനുഗ്രഹം നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്നാണ്. ദുനിയാവെല്ലാം അവസാനിച്ചു പോകുന്നു, ദുനിയാവിലെ അനുഗ്രഹങ്ങളും അവസാനിച്ചു പോകുന്നു. മരണം ആസ്വദിക്കുന്ന ഘട്ടം വരുമ്പോൾ ദുനിയാവിന്റെ ഒരു അനുഗ്രഹവും മനുഷ്യൻ അനുഭവിക്കാത്തതുപോലെയായിരിക്കും അത്രേ മനുഷ്യന് ബോധ്യപ്പെടുക. എന്നാൽ അവസാനിക്കാത്ത, തീർന്നു പോകാത്ത അനുഗ്രഹം നീ എനിക്ക് നൽകണം. വഅസ്അലുക ഖുർറത ഐനിൻ ലാ തൻഖതി, വഅസ്അലുക ഖുർറത ഐൻ, കൺകുളിർമ നിന്നോട് ചോദിക്കുന്നു. ആനന്ദമുള്ള ജീവിതം, ലാ തൻഖതി, അത് മുറിഞ്ഞു പോകുന്നില്ല, മുറിഞ്ഞു പോകാത്ത ആനന്ദം നിന്നോട് ഞാൻ ചോദിക്കുന്നു. കൺകുളിർമ ദുനിയാവിലെ മനുഷ്യൻ ആഗ്രഹിക്കുന്നതും ചോദിക്കുന്നതുമാണ്, ആഖിറത്തിലും നമ്മൾ ചോദിക്കുന്നതാണ്. അനുഗ്രഹങ്ങളെല്ലാം മുറിഞ്ഞു പോകുന്നുണ്ട്, നിലനിൽക്കുന്നതുമുണ്ട്. ദുനിയാവിൽ മനുഷ്യന് ആനന്ദം ലഭിക്കാറുണ്ട്, പക്ഷേ ദുനിയാവിലെ ആനന്ദങ്ങൾ അവസാനിച്ചു പോകുന്നതാണ്. ദുനിയാവിലെ ആസ്വാദനങ്ങളൊക്കെ താൽക്കാലികമായിട്ടുള്ളതാണ്. പലപ്പോഴും ഒരാസ്വാദനം ആനന്ദപൂർവ്വം അനുഭവിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മനുഷ്യൻ അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് തന്നെ റബ്ബിനോട് ചോദിക്കുന്നത് വഅസ്അലുക ഖുർറത ഐനിൻ ലാ തൻഖതി, മുറിഞ്ഞു പോകാത്ത ആനന്ദമാണ് റബ്ബേ എനിക്ക് വേണ്ടത്, താൽക്കാലികമായ ആനന്ദമല്ല, ഏതാനും നിമിഷ നേരത്തേക്ക് അവസാനിച്ചു പോകുന്ന ആനന്ദമല്ല, മറിച്ച് എക്കാലത്തും നിലനിൽക്കുന്ന ആനന്ദം. ആ ആനന്ദം മരണാനന്തര ജീവിതത്തിൽ ബർസഖിയായ ലോകത്ത് മനുഷ്യന് ലഭിക്കുന്നുണ്ട്, സ്വർഗത്തിൽ അത് ലഭിക്കുന്നുണ്ട്. ആ സ്വർഗീയമായ ആനന്ദം, അതാണ് എനിക്ക് വേണ്ടത്. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിലൂടെ മനസ്സിന് ആനന്ദം അനുഭവിക്കാൻ കഴിയുന്നവർക്ക്
ഈ ആനന്ദം ലഭിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ, അല്ലാഹു എനിക്കുള്ള കൺകുളിർമ നൽകിയിട്ടുള്ളത് നമസ്കാരത്തിലാണ്. നമസ്കാരം ആനന്ദകരമായി പ്രവാചകൻ അനുഭവിച്ചിരുന്നു. നമസ്കരിക്കുന്നത് വല്ലാത്തൊരു ആനന്ദമായിരുന്നു റസൂലിന്. മനസ്സിന് സന്തോഷം നൽകിയിരുന്നു, കൺകുളിർമ നൽകിയിരുന്നു. ഇങ്ങനെ അല്ലാഹുവിലും അവന്റെ വിശ്വാസത്തിലും ഇബാദത്തിലുമൊക്കെ കൺകുളിർമ അനുഭവപ്പെടുന്ന ഒരു വ്യക്തിക്ക് മുറിഞ്ഞു പോകാത്ത ആനന്ദം അല്ലാഹു നൽകുന്നതാണ്. ആ ഒരു ആനന്ദം റബ്ബേ നിന്നോട് ഞാനിതാ ചോദിക്കുന്നു. വഅസ്അലുക റിളാ ബഅദൽ ഖളാ, അല്ലാഹുവിന്റെ വിധി വന്നു, അതിന്റെ ശേഷം ആ വിധിയിൽ തൃപ്തി നിന്നോട് ഞാൻ ചോദിക്കുന്നു. വളരെ ശ്രദ്ധേയമായൊരു ചോദ്യമാണിത്. അല്ലാഹുവിൽ നിന്നുള്ള വിധി വന്നു കഴിഞ്ഞു. വിധി വന്നാൽ ആ വിധിക്ക് ശേഷം വേണ്ടതെന്താണ്? അത് തൃപ്തിപ്പെടുകയാണ്. അല്ലാഹുവിൽ നിന്ന് വന്ന വിധി ചിലപ്പോൾ ഖൈറായിരിക്കും, ചിലപ്പോൾ ഷർറായിരിക്കും. ഖൈറാകുമ്പോൾ നാം അത് തൃപ്തിപ്പെടുകയും അതുകൊണ്ട് തൃപ്തിപ്പെടുകയും അതിൽ സംതൃപ്തരായിത്തീരുകയും ചെയ്യണം. ആ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരാൻ വീണ്ടും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. നൽകിയിട്ടുള്ള അനുഗ്രഹത്തിന് അല്ലാഹുവിനോട് നന്ദി കാണിക്കണം. മറ്റു ചിലപ്പോൾ റബ്ബിന്റെ വിധി നമ്മൾ ഇഷ്ടപ്പെടുന്നതാവണമെന്നില്ല. രോഗമായിരിക്കും അല്ലാഹുവിന്റെ വിധി, മറ്റേതെങ്കിലും തരത്തിലുള്ള പരീക്ഷണങ്ങളാകും റബ്ബിന്റെ വിധി വരുന്നത്. അങ്ങനെ വിധി വന്നാൽ അവിടെ നമ്മൾ ക്ഷമ അവലംബിക്കണം. അതിന്റെ പേരിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കരുത്. അല്ലാഹു എന്തിനാണോ എന്നെ ഇങ്ങനെ രോഗം കൊണ്ട് പരീക്ഷിക്കുന്നതെന്ന് പറഞ്ഞ പടച്ചവനോട് കോപിക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് അല്ലാഹുവേ, നീ എനിക്ക് വിധിച്ചത് ഞാനിതാ അനുഭവിക്കുന്നു. ഈ പ്രയാസം തരണം ചെയ്യുവാനുള്ള കരുത്തും ക്ഷമയും നീ എനിക്ക് നൽകണം. ഇതിൽ നിന്ന് മോചനം നൽകുവാൻ നിനക്കാണ് സാധിക്കുക. അതുകൊണ്ട് നീ ഇതിൽ നിന്ന് മോചനം നൽകണമേ. ഇങ്ങനെയുള്ള ഒരു തൃപ്തി അല്ലാഹുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രയാസകരമായ വിധിയാണെങ്കിലും നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് വഅസ്അലുക റിളാ ബഅദൽ ഖളാ, നീ വിധിച്ചു കഴിഞ്ഞു, ആ വിധിക്ക് ശേഷം അതിൽ തൃപ്തിപ്പെടാൻ, അത് ഉൾക്കൊള്ളാനുള്ള വിശ്വാസശക്തി എനിക്ക് നീ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, വഅസ്അലുക ബർദൽ ഐശി ബഅദൽ മൗത്ത്, വഅസ്അലുക ബർദൽ ഐഷ്, ബർദ് തണുപ്പാണ്, ജീവിതത്തിന്റെ തണുപ്പ്. നിന്നോട് ഞാൻ ചോദിക്കുന്നു, ബഅദൽ മൗത്തി, മരണാനന്തരം, മരണശേഷം ജീവിത സൗഖ്യം നീ നൽകണമേ നാഥ. മരണാനന്തര ജീവിതത്തിൽ എല്ലിയീനിലേക്ക് ആത്മാക്കളെ ഉയർത്തിക്കൊണ്ടുപോകുന്നതാണ്. അനുഗ്രഹീതമായൊരു ജീവിതമാണ് വിശ്വാസിക്ക് മരണശേഷം അല്ലാഹു ഒരുക്കിയിട്ടുള്ളത്. ഒരുപക്ഷേ മരിക്കുന്നതിന് മുമ്പുള്ള ജീവിതത്തിൽ ദുഃഖങ്ങളും വ്യതകളും വേദനകളും നിറഞ്ഞതായിരിക്കും. ദുനിയാവിലെ ജീവിതത്തിൽ അങ്ങനെയുള്ള അവസ്ഥയുണ്ടാകാം. ഇത്തരത്തിലുള്ള വിവിധങ്ങളായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഈ ജീവിതത്തിലുണ്ട് റബ്ബേ. പക്ഷേ മരിച്ച ശേഷം എനിക്ക് നീ ആശ്വാസമുള്ള സൗഖ്യമുള്ളൊരു ജീവിതം നൽകണമേ. അതാണൊരു വിശ്വാസിയുടെ പ്രാർത്ഥന. അവസാനിപ്പിച്ചില്ല. അള്ളാഹുവിനോട് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. വഅസ്അലുക ലദ്ദത്തൻ നദരി ഇലാ വജ്ഹിക വശൗഖ ഇലാ ലിഖാഇക. വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ട വലിയൊരു വികാരത്തെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് കാലങ്ങൾക്ക് ശേഷമായി വേർപെട്ട് കുറെ കാലങ്ങൾ കഴിയുമ്പോൾ വിരഹദുഃഖം മനുഷ്യൻ അനുഭവിക്കാറുണ്ട്. തന്റെ കുട്ടിയെ ഒന്ന് കാണണം, ഭാര്യയ്ക്ക് ഭർത്താവിനെ, ഭർത്താവിന്റെ ഭാര്യയെ, മക്കൾക്ക് മാതാപിതാക്കളെയൊക്കെ കാണണം.
നമ്മുടെ മനസ്സതിന് ആഗ്രഹിക്കാറുണ്ട്. കാണുമ്പോൾ വല്ലാത്ത ഒരു സന്തോഷം നമ്മുടെ മനസ്സിന് അനുഭവിക്കാറുണ്ട്. ആ നിർവൃതി നമുക്ക് എഴുതി പ്രതിഫലിപ്പിക്കാൻ കഴിയില്ല. വാക്കുകൾക്ക് മുമ്പിൽ അത് സാധിപ്പിക്കില്ല. വർഷങ്ങളായി വേർപെട്ടു പോയിരുന്നൊരു മാതാവും കുട്ടിയും തമ്മിൽ വീണ്ടും കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന ബാഷ്പകണങ്ങൾ, സന്തോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ ആ ബാഷ്പകണങ്ങൾ, അവ നമുക്ക് വിവരിക്കാൻ സാധ്യമല്ല. ഇത് മനുഷ്യന്റെ പ്രകൃതിപരമായി ഉള്ള കാര്യമാണ്. ദുനിയാവിലെ ജീവിതകാലത്ത് അല്ലാഹുവിൽ വിശ്വസിക്കുകയും അവന്റെ മേൽ എല്ലാം അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസി, അവന്റെ ജീവിതത്തിലെ വലിയൊരാഗ്രഹമാണ് ഇവിടെ ചോദിക്കുന്നത്. അസ്വലുക ലദ്ദതൻ നളരി ഇലാ വജ്ഹിക, അല്ലാഹുവേ നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴുള്ള ലദ്ദത്ത്, അല്ലാഹുവിന്റെ മുഖദർശനം, അത് നൽകുന്ന ലദ്ദത്ത്, ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്. വശൗക ഇലാ ലിഖാഇക, നിന്നെ കാണാനുള്ള അഭിവാഞ്ച ആഗ്രഹം, അല്ലാഹുവിനെ കാണാനുള്ള ഒരു ആഗ്രഹവും ആ മുഖം കാണുമ്പോഴുണ്ടാകുന്ന സന്തോഷവും, അത് നീ എനിക്ക് തരേണമേ എന്നാണ്. ഏറ്റവും മനുഷ്യന് ആനന്ദം നൽകുന്ന കാര്യം അതാണ്, പടച്ചവനെ കാണുക എന്നത് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, സ്വർഗത്തിലെ ആളുകളെല്ലാം സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ യഖൂലുല്ലാഹു തബാറക വതആല, പ്രപഞ്ചനാഥനായ അല്ലാഹു പറയുകയാണ്, തുരീദൂന ശൈഅൻ അസീദുക്കും, ഇനി വല്ലതും നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ നിങ്ങൾക്ക് ഞാൻ തരാം, ഇനിയും കൂടുതൽ എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്ന്. ആളുകൾ പറയും, പടച്ചവനെ നീ നിന്റെ സ്വർഗത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ചില്ലേ, നരകത്തിൽ നിങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ, ഞങ്ങളുടെ മുഖമെല്ലാം ഇപ്പോൾ തിളങ്ങുന്നു, പ്രകാശിക്കുന്നു, ഇനി എന്താ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇതിനേക്കാളും വലിയൊരു അനുഗ്രഹം എന്താണ് ഞങ്ങൾക്കുള്ളത്? ഫയക്ഷിഫുൽ ഹിജാബ്, മനുഷ്യരുടെ മുമ്പിൽ അള്ളാഹുവിനെ കാണാതിരിക്കുന്നതിന് മറയുണ്ടായിരുന്നു, ആ മറ നീക്കം ചെയ്യപ്പെടുന്നു. ഫമാ ഉഅ്തു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നളരി ഇലാ റബ്ബിഹിം അസ്സ വജല്ല, അള്ളാഹുവിനെ കാണുന്നതിനേക്കാളും അവർക്കിഷ്ടപ്പെട്ട മറ്റൊന്നും നൽകപ്പെട്ടിട്ടില്ല. അത്രയും വലിയ ഒരു ആനന്ദമായിരിക്കും, ഏറ്റവും വലിയ അനുഗ്രഹമാണ്. സ്വർഗവും അതിലുള്ള സർവ്വ അനുഗ്രഹങ്ങളെക്കാളും വലിയ ആനന്ദം നൽകുന്ന ഒരു സന്ദർഭമാണ് അള്ളാഹുവിന്റെ മുഖദർശനം എന്നത്. ആ മുഖദർശനം നിന്നോട് ഞാൻ ചോദിക്കുന്നു, നിന്റെ മുഖം കണ്ടുകൊണ്ട് ആനന്ദിക്കുവാനുള്ള സൗഭാഗ്യം എനിക്ക് നീ നൽകണമേ എന്നാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചവനോട് ഇവിടെ ചോദിക്കുന്നത്. ഫീ ഗൈരി ളർറാഅ മുളിറ വലാ ഫിത്നത്തിൻ മുളില്ല, എന്റെ ദീനിയായ കാര്യങ്ങളിലോ മതപരമായ വിഷയങ്ങളിലോ ദുനീവിയായ വിഷയങ്ങളിലോ യാതൊരു തരത്തിലുള്ള ഉപദ്രവവും ഉണ്ടാക്കാത്ത രൂപത്തിലുള്ള ഒരാഗ്രഹം നിന്നോട് ചോദിക്കുന്നു. പരീക്ഷണങ്ങളില്ലാത്തൊരു ചോദ്യമാണ് നിന്നോട് ചോദിക്കുന്നത്. ഫീ ഗൈരി ളർറാഅ മുളിറ, ളർറാ ഉപദ്രവം, മുളിറത്തിൻ ഉപദ്രവിക്കുന്ന ഉപദ്രവം, ഉപദ്രവകരമായ പ്രയാസങ്ങൾ, വലാ ഫിത്നത്തിൻ മുളില്ല, പരീക്ഷണം, മുളില്ലത്തിൻ മനുഷ്യരെ വഴിതെറ്റിക്കുന്ന കുഴപ്പങ്ങളും ഉപദ്രവകരമായ പ്രയാസങ്ങളിലും അകപ്പെടാതെ അള്ളാഹുവിനെ കാണാനുള്ള അഭിവാഞ്ച നിന്നോട് ചോദിക്കുന്നു എന്നാണ്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? വളരെ ശ്രദ്ധേയമായ രണ്ട് കാര്യങ്ങളാണ്. അള്ളാഹുവിനെ കാണണമെന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്നു. പടച്ചവനെ കാണണം,
അള്ളാഹുവിനെ കാണണമെങ്കിൽ എന്തു വേണം? മരിക്കണം. അപ്പൊ ഒന്ന് മരിച്ച് അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതെപ്പോഴാ? രണ്ട് തരത്തിൽ ചില ആളുകൾ ആഗ്രഹിക്കാറുണ്ട്. ഒന്ന്, നല്ല പ്രയാസങ്ങൾ ജീവിതത്തിൽ ഒരാൾ അനുഭവിക്കുകയാണ്. ദാരിദ്ര്യം, കടുത്ത ദാരിദ്ര്യം, പട്ടിണി, അതല്ലെങ്കിൽ മാരകമായ രോഗം. ഇങ്ങനെ ഈ ഭൗതിക ജീവിതത്തിൽ വളരെ ഉപദ്രവം നിറഞ്ഞ പ്രയാസകരമായൊരു സാഹചര്യം ഒരാൾക്ക് വരുമ്പോൾ അത്തരം സാഹചര്യത്തിൽ ആളുകൾ ആലോചിക്കാറുണ്ട്, പടച്ചവനെ മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ മരണം ആഗ്രഹിക്കുന്നുണ്ട്. അത് മതത്തിൽ ആ സമയത്ത് ആഗ്രഹിക്കരുതെന്നും പ്രാർത്ഥിക്കരുതെന്നും പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ദുനിയാവിന്റെ ആളുകൾ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ മരണം ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരാഗ്രഹമല്ല റബ്ബേ എനിക്കുള്ളത്. നിന്നോടുള്ള സ്നേഹം കൊണ്ട് നിന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. മതബോധമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് മരണം ആഗ്രഹിക്കാറുണ്ട്. എപ്പോഴാണ്? ഫിത്നയിൽ അകപ്പെട്ടാൽ. മനുഷ്യനെ ളലാലത്തിലേക്ക്, വഴികേടിലേക്ക് നയിപ്പിക്കുന്ന പരീക്ഷണങ്ങളാണ് മതത്തിന്റെ മേഖലയിലുള്ളത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയുന്നില്ല, ഹക്കും ബാത്തിലും മനസ്സിലാകുന്നില്ല. അസത്യത്തിന്റെ ആളുകളെ കൂടെ ആയേക്കുമോ, നരകത്തിന്റെ ആളുകളെ കൂടെ ആയേക്കുമോ എന്ന്, അത്തരം ഫിത്നയിൽ പെട്ടേക്കുമോ എന്ന് മനുഷ്യൻ അകപ്പെടുന്നു. ആ ഘട്ടത്തിൽ മനുഷ്യൻ ആഗ്രഹിക്കും, പടച്ചവനെ ഇത്തരം പ്രയാസകരമായ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒന്ന് രക്ഷ കിട്ടാൻ ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്ന് പല പണ്ഡിതന്മാരും ആഗ്രഹം പ്രകടിപ്പിച്ചു പോകാറുണ്ട്. അതാണ് വലാ ഫിത്നത്തിൻ മുദില്ല, മനുഷ്യനെ വലാലത്തിലേക്ക്, വഴികളിലേക്ക് എത്തിക്കുന്ന പരീക്ഷണഘട്ടത്തിലുള്ള ആഗ്രഹമല്ല. ജീവിതത്തിൽ ദാരിദ്ര്യവും രോഗവും കൊണ്ട് പ്രയാസപ്പെടുന്ന ഘട്ടത്തിലുള്ള ആഗ്രഹമല്ല. പിന്നെയോ നിന്നെ കാണണം, അതാണ് എന്റെ ആഗ്രഹം. അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടുണ്ടായിട്ടുള്ള ആഗ്രഹമാണ്. ജീവിതത്തിന്റെ പരീക്ഷണഘട്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ആഗ്രഹമല്ല, പ്രയാസങ്ങളിൽ നിന്ന് മോചനത്തിന് വേണ്ടിയുള്ള ആഗ്രഹമല്ല. മറിച്ച് നിന്നെ കാണണമെന്നുള്ളത് നിന്നിലുള്ള വിശ്വാസത്തിൽ നിന്ന്, ഈമാനിൽ നിന്ന്, നിന്നോടുള്ള സ്നേഹത്തിൽ നിന്ന് ഉത്ഭൂതമായിട്ടുള്ള ആഗ്രഹമാണ്. അതുകൊണ്ട് വശൗക ഇലാ ലിഖാഇക, നിന്നെ കാണണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടാകണം. അത് നീ എനിക്ക് തരണം. ആ ആഗ്രഹം ഇത്തരം സാഹചര്യത്തിലുണ്ടാകുന്ന ദുനിയാവിന്റെയോ അല്ലെങ്കിൽ നീ മതത്തിന്റെയോ ആളുകൾക്കിടയിൽ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അതിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ആഗ്രഹമല്ല റബ്ബേ, മറിച്ച് നിന്നിലുള്ള വിശ്വാസത്തിൽ നിന്ന്, നിന്നോടുള്ള സ്നേഹത്തിൽ നിന്ന്, നിന്നെ കാണണമെന്നുള്ള ആഗ്രഹം എന്റെ മനസ്സിൽ വരികയാണ്. ഇത്തരത്തിലുള്ളൊരാഗ്രഹം എനിക്ക് നീ നൽകണമേ എന്നാണ്. അവസാനമായി ഈ പ്രാർത്ഥനയിൽ പ്രവാചകൻ പറഞ്ഞ വാചകം, അല്ലാഹുമ്മ സയ്യിന്നാ ബിസീനത്തിൽ ഈമാൻ വജഅൽനാ ഹുദാതം മുഹ്തദീൻ. അല്ലാഹുവേ സയ്യിന്നാ, ഞങ്ങളെ നീ അലങ്കരിക്കണമേ. അല്ലാഹുവേ സയ്യിന്നാ, ഞങ്ങളെ അലങ്കരിക്കണം. ഞങ്ങളുടെ ജീവിതത്തിന്റെ ബാഹ്യതലങ്ങൾ പോലെ ആന്തരിക മേഖലകളെയും നീ അലങ്കരിക്കണം. എന്തുകൊണ്ട്? ബിസീനത്തിൽ ഈമാൻ, ഈമാനിന്റെ സൗന്ദര്യം കൊണ്ട്, സത്യവിശ്വാസം കൊണ്ട്, ദൃഢമായ ഈമാൻ കൊണ്ട് എന്റെ രഹസ്യങ്ങളെ, എന്റെ ആന്തരഭാഗങ്ങളെ, മനസ്സിനെ നീ അലങ്കരിക്കണമേ. ദിക്റും ഖുർആനും നല്ലത് പറഞ്ഞുകൊണ്ട് നാവിന് സൗന്ദര്യം നൽകണം. സത്പ്രവർത്തനങ്ങളിലൂടെ എന്റെ കർമ്മജീവിതത്തെ നീ അലങ്കരിക്കണം. ഇങ്ങനെ ഉപകാരപ്രദമായ, നിലനിൽക്കുന്ന, മനസ്സും ശരീരവും ഉൾക്കൊള്ളുന്ന അലങ്കാരം, അത് ഈമാൻ കൊണ്ട് നീ അലങ്കരിക്കണം. വസ്ത്രം മനുഷ്യന് അലങ്കാരമാണ്. പക്ഷേ ആ വസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അലങ്കാര വസ്ത്രം ഏതാണ്? വലിബാസു തഖ്വ ദാലിക ഖൈർ, തഖ്വയാകുന്ന വസ്ത്രമാണ്. അതുകൊണ്ട് ഈമാനിന്റെ അലങ്കാരമുള്ള ഒരു ജീവിതം, ഒരു മനസ്സ്
വാക്കുകളും പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് നീ നൽകണമേ. വജഅൽനാ ഹുദാതൻ മുഹ്തദീൻ, വജഅൽനാ ഞങ്ങളെ നീ ആക്കണം, ഹുദാതൻ മാർഗദർശികളാക്കണം, ആളുകൾക്ക് സന്മാർഗം ഏത് എന്ന് കാണിച്ചു കൊടുക്കുന്ന മാതൃകയുള്ളവരാക്കണം. മുഹ്തദീൻ സ്വയം ജീവിതത്തിലോ സത്യപാത സ്വീകരിച്ചിട്ടുള്ള സന്മാർഗം സ്വീകരിച്ചിട്ടുള്ള ആളുകളായിരിക്കുകയും ചെയ്യണം. അപ്പൊ സ്വന്തം ജീവിതത്തിൽ സന്മാർഗം സ്വീകരിച്ചിട്ട ആളുകൾ, സത്യപാതയിലൂടെ ജീവിക്കുന്ന ആളുകൾ, മറ്റുള്ളവർക്ക് തങ്ങളിൽ നിന്ന് സന്മാർഗം ലഭിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ സ്വയം പ്രകാശിക്കുകയും മറ്റുള്ളവർക്ക് പ്രകാശം ചൊരിഞ്ഞുകൊടുക്കുകയും ചെയ്യുന്ന സന്മാർഗദീപത്തിൽ കഴിയുന്ന ആളുകളായി ഞങ്ങളെ നീ മാറ്റുകയും ചെയ്യണമേ എന്നാണ്. ഹുദാത്തം മുഹ്തദീൻ. മഹാനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിന്റെയും ജീവിതം അതായിരുന്നു. വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ ജീവിതത്തിലെ ശ്രേഷ്ഠമായ പദവികൾ വിശദീകരിച്ചിട്ടുണ്ട്. പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞതെന്താണ്? വജഅൽനാഹും അഇമ്മതൻ യഹ്ദൂന ബിഅംദിനാ. അവരാരാണ്? അഇമ്മത്തൻ, നേതാക്കളാണ്, സമൂഹത്തിന് മാർഗദർശനം നൽകുന്ന ആളുകളാണ്. ആളുകൾ അവരെ നോക്കിയാണ് ജീവിക്കുന്നത്. യഹ്ദൂന ബിഅംദിനാ, നമ്മുടെ കൽപ്പന അനുസരിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പൊ സന്മാർഗം സ്വീകരിക്കുകയും സന്മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. സ്വയം നന്നായിട്ടുണ്ട്, മറ്റുള്ളവർക്ക് ആ നന്മ പകർന്നു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പ്രാർത്ഥിച്ചു മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, അല്ലാഹുമ്മ ഇജ്അൽഹു ഹാദിയം മഹ്ദിയ വഹ്ദിഹി വഹ്ദി ബിഹി. അല്ലാഹുവേ, അദ്ദേഹത്തെ നീ ഹാദിയൻ മഹ്ദിയൻ, ഹിദായത്ത് സ്വീകരിച്ച് സ്വയം സന്മാർഗം സ്വീകരിച്ച ആളാക്കണം. മറ്റുള്ളവർക്ക് ഹിദായത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കുന്ന ആളാകണം. അദ്ദേഹത്തെ സന്മാർഗത്തിലേക്ക് നീ എത്തിക്കണമേ. വഹ്ദി ബിഹി, അദ്ദേഹം മുഖേന മറ്റുള്ളവർക്ക് സന്മാർഗം നീ കൊടുക്കുകയും ചെയ്യണമേ എന്നാണ്. ഇങ്ങനെ ഹുദയിലേക്ക് ക്ഷണിക്കുന്ന, സന്മാർഗത്തിലേക്ക് തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന, ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക്, ബിദ്അത്തിൽ നിന്ന് സുന്നത്തിലേക്ക് ക്ഷണിക്കുന്ന ആ ആളുകളെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ആക്കുകയും ചെയ്യണമേ എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി ഇവിടെ പ്രാർത്ഥിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, സുദീർഘമായൊരു പ്രാർത്ഥന. പക്ഷേ ഈ പ്രാർത്ഥന നൽകുന്ന വളരെ ശ്രദ്ധേയമായ ചില പാഠങ്ങളാണ് നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നത്. ഒരു വിശ്വാസിയായ മനുഷ്യൻ ജീവിതത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട, അവന്റെ വിശ്വാസരംഗത്ത് വേണ്ട പ്രാർത്ഥന, സ്വഭാവരംഗത്തുണ്ടാകേണ്ട പ്രാർത്ഥന, സാമ്പത്തിക മേഖലയിലുണ്ടാകേണ്ട പ്രാർത്ഥന, അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി അവൻ കാണേണ്ട പ്രാർത്ഥന, പരീക്ഷണഘട്ടങ്ങളെ തരണം ചെയ്യുവാനുള്ള പ്രാർത്ഥന, ഇത്തരത്തിൽ ജീവിതത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട അനേകം വിഷയങ്ങളെ സംക്ഷേപിച്ചുകൊണ്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയാണിത്. ഇത്തരം ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ നമസ്കാരത്തിൽ തശഹുദും സലാത്തും കഴിഞ്ഞ ശേഷം നമസ്കാരത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ നിർവഹിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥന കൂടിയാണിത്. നമസ്കാരത്തിൽ മാത്രം നിർവഹിക്കാനുള്ള പ്രാർത്ഥനയല്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന്റെ അവസാന ഘട്ടത്തിൽ വിവിധങ്ങളായ പ്രാർത്ഥനകളാണ് നിർവഹിച്ചിട്ടുള്ളത്. തുമ്മൽ യതഖയ്യർ, ഇഷ്ടമുള്ളത് നീ തെരഞ്ഞെടുത്ത് പ്രാർത്ഥിച്ചോളൂ എന്നാണ് നമ്മളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പഠിപ്പിച്ചിട്ടുള്ളത്. അതിൽ നമുക്ക് തെരഞ്ഞെടുക്കാവുന്ന വളരെ ശ്രദ്ധേയമായ പ്രാർത്ഥനയാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. അനുഗ്രഹീതമായി നന്മയായി മാത്രമുള്ള കാര്യങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ ഖൈറാണോ ഷർറാണോ എന്ന് റബ്ബിന് മാത്രം അറിയുന്ന കുറെ കാര്യങ്ങൾ, ആ കാര്യങ്ങളും ഇവിടെ റബ്ബിന്റെ വിധി അനുസരിച്ച്, അള്ളാഹുവിന്റെ അറിവനുസരിച്ചുകൊണ്ട് ഖൈറാണെങ്കിൽ നമുക്ക് നൽകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് ഇക്കാലത്ത് നമുക്ക് വേണ്ട ഒട്ടേറെ കാര്യങ്ങളാണ് ഇതിൽ അള്ളാഹുവിനോട് നാം ദുആ ചെയ്തിട്ടുള്ളത്.
വളരെ ശ്രദ്ധേയമായ 3 കാര്യങ്ങളാണ് ജീവിതത്തിന്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭക്തിയും ഭയവുമുണ്ടായിരിക്കുക എന്നുള്ളത്. ഐശ്വര്യമുള്ള ഘട്ടങ്ങളിലും സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ഘട്ടങ്ങളിലുമെല്ലാം ജീവിതത്തിൽ മിതത്വം പാലിക്കുവാൻ സാധിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഇക്കാലത്ത് ഏറെ ആവശ്യമുള്ള സംഗതികളാണ്. ആളുകളുടെ തൃപ്തിയും കയ്യടിയും കിട്ടുവാൻ വേണ്ടി സത്യം മറച്ചുവെക്കുകയും ആളുകൾക്കനുസരിച്ചുകൊണ്ട് കള്ളം പറയുകയും ചെയ്യുന്നത് നമുക്കിന്ന് സാധാരണഗതിയിൽ കേൾക്കാവുന്ന കാര്യമാണ്. കോപമുണ്ടാകുന്ന ഘട്ടങ്ങളിൽ നിയന്ത്രണമില്ലാതെ പലതും പറയുന്ന സമീപനങ്ങൾ ഉണ്ടാകാറുണ്ട്. അവിടെ തൃപ്തിയുടെയും കോപാന്ധതയുടെയും അവസ്ഥയിലെല്ലാം തന്നെ സത്യം പറയാൻ സാധിക്കുക, സന്മാർഗത്തിൽ നിൽക്കുക എന്നത്, ആ ഒരു കരുത്ത്, സത്യം പറയാനുള്ള കരുത്ത് എന്നുള്ളത് ഇക്കാലത്ത് ഏറെ ആവശ്യമല്ലേ എന്ന് നമ്മുടെ ഇക്കാലത്തെ അനുഭവങ്ങളിലും നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ ദുആ ചെയ്യുന്ന കാര്യം എന്താണ്? ദുനിയാവിലെ ഐശ്വര്യവും അനുഗ്രഹങ്ങളും നിലനിന്ന് കിട്ടുവാനാണ്. അത് അവസാനിച്ചു പോകാതിരിക്കുവാനാണ്. ആനന്ദവും സന്തോഷവുമുള്ളൊരു ജീവിതം തുടർച്ചയായി കിട്ടുവാനാണ്. പക്ഷെ അവിടെ നമ്മൾ മറന്നുപോകുന്നതാണ് നമ്മൾ ഈ പ്രാർത്ഥനയിൽ ചോദിച്ചിട്ടുള്ളത്. അവസാനിക്കാത്ത, തീർന്നു പോകാത്ത അനുഗ്രഹം, മുറിഞ്ഞു പോകാത്ത ആനന്ദം, അത് മരണാനന്തരം സ്വർഗീയ ജീവിതത്തിലാണുള്ളത്. അത് ഞങ്ങൾക്ക് തരേണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രാർത്ഥന അള്ളാഹുവിന്റെ വിധിയോട് നമുക്കുണ്ടാകേണ്ട സമീപനമാണ്. നമ്മൾ ഖദറിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ പോലും പടച്ചവന്റെ ഖലാ നമുക്ക് ഖൈറാണെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അതിന്റെ പേരിൽ അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യണം. ആ അനുഗ്രഹം വീണ്ടും വർദ്ധിപ്പിച്ചു തരാൻ അള്ളാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാം. പലപ്പോഴും അള്ളാഹുവിന്റെ വിധി, ആ വിധിയെ നമുക്ക് തടുക്കാൻ കഴിയില്ല. നമ്മൾ ആഗ്രഹിച്ച കാര്യമായിരിക്കില്ല. അള്ളാഹുവിന്റെ വിധി, നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ അള്ളാഹുവിന്റെ വിധി ഉണ്ടാകും. ഒരപകടം നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, രോഗം നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, കടുത്ത പരീക്ഷണം നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, അങ്ങനെ പല വിഷയങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നതല്ല. പക്ഷേ പടച്ചവന്റെ ഹിക്മത്തനുസരിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ അള്ളാഹു നമുക്ക് വിധിക്കുകയാണ്. ആ വിധി വരുമ്പോൾ അത് തൃപ്തിപ്പെടാൻ നമുക്ക് കഴിയണം. അവിടെയാണ് നമ്മളെ ഖദറിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. ഖദറിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് അപ്പോഴാണ് നമുക്ക് ആ വിശ്വാസമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കപ്പെടുന്നത്. അള്ളാഹുവെ, നീ വിധിച്ചു, ഞാനിതാ അത് സ്വീകരിച്ചിരിക്കുന്നു. ഇതിലും ചില നന്മകൾ നീ എനിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടാകാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് ക്ലാസിന് വന്നുകൊണ്ടിരുന്നൊരു മനുഷ്യൻ ഒരു ദിനം കൊച്ചുകുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് അദ്ദേഹം വന്നു. പ്രവാചകന്റെ സമീപത്തിരുന്നു. ആ കുട്ടിയോട് ആ മനുഷ്യനുണ്ടായിരുന്ന സ്നേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചറിഞ്ഞു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്രവാചകന്റെ സദസ്സിൽ കാണാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചു. ഈ കുട്ടി മരിച്ച ദുഃഖത്താൽ അയാൾ വിഷമിച്ച് കഴിയുകയായിരുന്നു. മരണവാർത്ത അറിഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു സ്വാന്തനവുമായി. സഹാബികളും പ്രവാചകന്റെ കൂടെയുണ്ട്. അവിടെ എത്തിയപ്പോൾ അയാൾക്കുള്ള ഏക കുട്ടിയായിരുന്നു അത്. ആ കുട്ടി മരണപ്പെട്ടപ്പോഴുള്ള ആഘാതം അയാളെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. വലിയ ദുഃഖത്തിലാണ് അദ്ദേഹമുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയെ സ്വാന്തനിപ്പിച്ചു. അവിടുന്ന് ചോദിച്ചു, താങ്കൾക്ക് ഈ കുട്ടി താങ്കളോടൊപ്പം ജീവിക്കുന്നതാണോ അങ്ങ് ആഗ്രഹിക്കുന്നത്? അതല്ല താങ്കൾ മരണപ്പെട്ട ശേഷം പരലോകത്ത് വരുമ്പോൾ സ്വർഗ കവാടത്തിൽ താങ്കളെ ഈ കുട്ടി കാത്തിരിക്കുന്നവനായി തീരുന്നതാണോ ആഗ്രഹിക്കുന്നത്? തീർച്ചയായും പ്രവാചകരെ, ആ കുഞ്ഞെന്നെ കാത്തിരിക്കുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മരണപ്പെട്ട ആ കുഞ്ഞ്
വിശ്വാസിയായ പിതാവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് ആനയിക്കുവാൻ സ്വർഗ കവാടത്തിൽ കാത്തിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് പ്രവാചകൻ അറിയിച്ചത്. കുഞ്ഞ് മരിച്ചത് നഷ്ടമാണ്, ദുഃഖമാണ്. പക്ഷേ ആ കുഞ്ഞിന്റെ മരണം ജീവിതത്തിൽ നൽകുന്നത്, പരലോകത്ത് വരുന്നതെന്താണ്? വലിയൊരു അനുഗ്രഹമായി തീരുകയാണത്. കുഞ്ഞ് സ്വർഗത്തിലായിത്തീരുന്നു, സ്വർഗത്തിലേക്ക് തന്റെ പിതാവിനെ കൊണ്ടുപോകാൻ കാത്തിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. ഇത് കേട്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, ഇദ്ദേഹത്തിന് മാത്രമാണോ ഇത്? അല്ലാഹു റസൂൽ പറഞ്ഞു, അല്ല, നിങ്ങൾക്കെല്ലാം ഇതുണ്ട്. നിങ്ങളുടെ കരളിന്റെ കഷ്ണമായ കുഞ്ഞിനെ ചെറുപ്പത്തിൽ അല്ലാഹു പിടിക്കുന്നു. അല്ലാഹുവിന്റെ വിധിയിൽ നിങ്ങൾ തൃപ്തിപ്പെടുകയും ക്ഷമ അവലംബിക്കുകയും ചെയ്യുന്നു. ആ ആളുകൾക്കെല്ലാം ലഭിക്കുന്ന അനുഗ്രഹമാണിത്. സൂചിപ്പിച്ചത്, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള അല്ലാഹുവിന്റെ ഖലാഉകൾ വരും. ആ ഖലാഉ വരുമ്പോൾ അതിന്റെ പേരിൽ പടച്ചവനോട് കോപിക്കാതെ സംതൃപ്തിപ്പെടാനും അതിലൂടെയുള്ള നന്മകൾ നമുക്ക് ലഭിക്കാനും അതിനാൽ അനന്തരമായി വരാനിരിക്കുന്ന ഭവിഷ്യത്തുകളുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം നൽകുവാനും പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ് ഇത്തരം സന്ദർഭത്തിൽ ചെയ്യേണ്ടത്. അതാണ് വഅസ്അലുക റിളാ ബഅദൽ ഖലാ. നിന്റെ ഖലാഉ വന്നു, ഇനി അത് തൃപ്തിപ്പെടാനാണ് എനിക്ക് സാധിക്കേണ്ടത് എന്ന് അല്ലാഹുവിനോട് നാം ചോദിക്കുന്നത്. ജീവിതത്തിൽ തണുപ്പനുഭവപ്പെടാത്തവരാണ് നമ്മളിൽ പലരും. പലതരം പ്രയാസങ്ങൾ, വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നിനു പിറകെ ഒന്നായിക്കൊണ്ട് പരീക്ഷണങ്ങൾ, ആഗ്രഹിക്കുന്നത് സാധിക്കുകയില്ല. പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഈ ദുനിയാവിലെ ജീവിതം. എന്നാൽ എനിക്ക് വേണ്ടതെന്താണ്? ഇതിനെല്ലാം ഒരു വിരാമം മരണത്തോടുകൂടെ ഉണ്ടാകാം. പക്ഷേ മരണത്തോടുകൂടെ വിരാമമുണ്ടായാൽ മരണാനന്തര ജീവിതത്തിൽ ബർദൽ ഐഷ്, ജീവിതത്തിന്റെ തണുപ്പനുഭവപ്പെടണം. ആ ജീവിത സൗഖ്യം മരണാനന്തരം എനിക്ക് നൽകണം. ഇതാണ് ഇവിടെ പ്രാർത്ഥിച്ചിട്ടുള്ളത്. അല്ലാഹുവിനോടുള്ള സ്നേഹവും അവനോടുള്ള ബഹുമാനവും ആദരവും കൊണ്ട് അവനെ ഒന്ന് കാണണം എന്നുള്ള ആ ആനന്ദത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിച്ചിട്ടുള്ളത്. സൂചിപ്പിക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹുവിനോട് പലതും പ്രാർത്ഥിക്കുന്നവരാണ്. ഈ പ്രാർത്ഥനയിൽ പഠിപ്പിക്കപ്പെട്ട നിരവധി വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഈ വിഷയങ്ങളെല്ലാം നമ്മൾ ചേർത്തുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഈ പ്രാർത്ഥന ഇങ്ങനെ തന്നെ പഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതല്ലെങ്കിൽ ഈ പ്രാർത്ഥനയിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടേതായ ഭാഷയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഖിയാറുണ്ട്, ഇഷ്ടമുള്ള തെരഞ്ഞെടുക്കാവുന്നതാണ്. ഇത്തരത്തിൽ നമ്മുടെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇതെല്ലാം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ജീവിതം ഖൈർ നിറഞ്ഞതായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മരണം നമ്മുടെ ജീവിതത്തിലേക്ക്, പരലോക ജീവിതത്തിലേക്ക് നന്മയുള്ള ഒരു മരണമായി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ സ്വകാര്യതകളിലും പരസ്യമേഖലകളിലും അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുവാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ കോപമുണ്ടാകാം, സംതൃപ്തിയും സന്തോഷമുണ്ടാകാം. എല്ലാ സന്ദർഭങ്ങളിലും സത്യം പറയാനുള്ള കരുത്ത് അല്ലാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ദാരിദ്ര്യമായാലും സമ്പന്നതയായിരുന്നാലും മിതത്വമുള്ള ഒരു ജീവിതം അല്ലാഹു നമുക്കെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. തീർന്നുപോകാത്ത അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളും അവസാനിക്കാത്ത കൺകുളിർമയും നാഥാ നീ ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ വിധി എന്താണെങ്കിലും, നന്മയാണെങ്കിലും പ്രയാസമാണെങ്കിലും അതെല്ലാം തൃപ്തിപ്പെട്ടുകൊണ്ട് നിന്റെ തൃപ്തി ലഭിക്കുന്ന സ്വാലിഹീങ്ങളാകാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. മരണാനന്തര ജീവിതത്തിൽ സൗഖ്യവും നിന്നെ കണ്ടുകൊണ്ട് ആനന്ദിക്കുവാനുള്ള സൗഭാഗ്യവും നീ ഞങ്ങൾക്ക് അനുഗ്രഹിക്കണമേ നാഥ. ഈമാനിന്റെ അലങ്കാരം ഞങ്ങളുടെ ജീവിതത്തിന്റെ അലങ്കാരമായി നീ നൽകണമേ. സ്വന്തമായ ജീവിതത്തിൽ നന്മകൾ പ്രവർത്തിച്ച് സന്മാർഗികളായി ജീവിക്കുവാനും മറ്റുള്ളവർക്ക് മാതൃക നൽകുവാനും നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാഥ. പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ തരണം ചെയ്യുവാനുള്ള കരുത്ത് നീ അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളോടൊപ്പം
ഞങ്ങളുടെ സന്താനങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളായ അടിമകളാക്കി തീർക്കണമേ നാഥ. മരണപ്പെട്ടുപോയ ആളുകളെയും ഞങ്ങളെയുമെല്ലാം നിന്റെ സ്വർഗത്തിന്റെ അഹിലുകാരിൽ ഉൾപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ നാഥ. എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നാലും നിന്റെ ദീനനുസരിച്ച് ജീവിച്ച് സ്വാലിഹ്യങ്ങളായി ജീവിച്ച് സ്വാലിഹ്യങ്ങളായി മരിച്ച് സ്വാലിഹ്യങ്ങളായി പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരിൽ ഞങ്ങൾ ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തണമേ നാഥ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ